ഗുഡ് മോർണിംഗ് സ്വാമി. നിങ്ങൾ ഇരിക്കി. കുടിക്കാൻ എന്ത് പറയണം? ഒന്നും വേണ്ട, ഞങ്ങൾ വന്നത് ജെആറിനെ കാണാനാ. ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ്. കാണാൻ ജെആർ റെഡിയാണെങ്കിൽ അദ്ദേഹം തിരിച്ച് മെസ്സേജ് അയക്കും. നമുക്ക് നോക്കാം. സ്വാമിക്ക് ഈ ജെആറിനെ എത്ര കാലമായിട്ട് അറിയാം? അല്ല, ജെആർ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ജെആർ എന്ത് ബിസിനസ്സാ ചെയ്തുകൊണ്ടിരുന്നേ? സി, ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന്റെ ചീഫ് അക്കൗണ്ടന്റായി എനിക്കൊരു പ്രപ്പോസൽ വന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നല്ലായിരുന്നുകൊണ്ട് ഞാൻ അത് ഓക്കെ പറഞ്ഞു. അല്ലാതെ ഇവരൊക്കെ ആരാണെന്നോ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നോ എനിക്കറിയില്ല. ഞാനിത് 2ാം തവണ ജെആറിനെ കാണുന്നത്. ഇതിനൊരു പാർട്ട്ണറാണെന്നറിയാം. അല്ല, വേറെ ആരൊക്കെയാ ഉള്ളേ? നമുക്കും ചില കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുണ്ടല്ലോ. ഇല്ല മാഡം, നിങ്ങൾക്ക് പണം തരുന്നവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കാം. നിങ്ങൾ മുടക്കം വരുത്തിയ അവർക്ക് നിങ്ങൾക്ക് നോട്ടീസ് വായിക്കാം. എന്നിട്ട് മുടക്കം വരുത്തിയ മറുപടി ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീട് തേടി വരാം. പക്ഷേ കടം വാങ്ങിച്ചവന് അവകാശമൊന്നുമില്ല. ഞാൻ ഉത്തരയായിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ സ്വാമിക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് സ്വാമി സംസാരിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. അന്ന് ഹരി ജെആറിന്റെ കടക്കാരനല്ലായിരുന്നു, ജസ്റ്റ് എ ഫ്രീ മാൻ. ഇപ്പൊ എങ്ങനെയല്ലല്ലോ. അപ്പൊ ഇതൊരു ട്രാപ്പായിരുന്നു അല്ലേ? അയ്യോ, പണം ഒരു ട്രാപ്പായിരുന്നു എല്ലാ കാലത്തും. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് കുടുംബങ്ങളാണ്, അവരുടെ പ്രതീക്ഷകളാണ്. നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് സർ സാധാരണ മനുഷ്യരെ കണ്ണീര് കുടിപ്പിക്കുന്നത്. ഭാവങ്ങൾ ഉണ്ടാകട്ടെ മാഡം, നമ്മുടെ ദൈവങ്ങൾക്ക് പോലും അതല്ലേ ഇഷ്ടം. കൈ കൂപ്പി കരയുന്നവരുണ്ടാവും, അപ്പോഴല്ലേ അനുഗ്രഹത്തിന് വില ഉണ്ടാകൂ അല്ലേ? സ്വാമിയെ ഏൽപ്പിച്ച കാര്യങ്ങള് സ്വാമി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ജെആർ നിങ്ങളെ കാണാൻ വരും. നിങ്ങൾക്കൂടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ എവിടെയാ ജെആർ തങ്ങുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എവിടെയാണെങ്കിലും ജെആറിനൊരു ലക്ഷ്യമുണ്ട്. അന്വേഷിച്ചവരോട് എന്ത് പറഞ്ഞു ഉത്തരം? ഐ ഡോണ്ട് നോ. സത്യത്തിൽ എനിക്കും അറിയില്ലല്ലോ ജെആർ ആരാണെന്ന്. ജെആറിന്റെ ഈ വരവ്, ഇതുവരെ എടുത്തിട്ടില്ലാത്ത നടപടികള്, ജെആറിനെ പേടിക്കുന്നവരുടെ കണ്ണുകളുടെ ഭയം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ജെആർ ഇവിടെ എന്തോ ആണ്. മേ ബി യുവർ പാസ്റ്റ്. ഉത്തര അന്യഗ്രഹ ജീവികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? നിറം പിടിപ്പിച്ച എത്രയോ കഥകൾ അവരെ കുറിച്ചുണ്ട്. എന്തുകൊണ്ട് ഒരാൾക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. ആർക്ക് വേണമെങ്കിലും വളർത്താം, വലുതാക്കാം. ഒരു കഥ കൂടി ഇരിക്കട്ടെ ജെആറിനെ കുറിച്ച്. പക്ഷേ ഈ ചങ്കൂറ്റം, ഷാർപ്പായ പെരുമാറ്റം, വാക്കുകളിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികള്, ഐ റിയലി ലൈക്ക് ഇറ്റ്. അതുകൊണ്ടാണ് സ്വാമി എന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഞാൻ സമ്മതിച്ചത്. ഉത്തരയുടെ പ്രതിഫലം നമ്മൾ ഇതുവരെ സംസാരിച്ചില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം എന്താണെന്ന് ജെആർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പണത്തിനോട് എനിക്ക് താല്പര്യമില്ല. ലോങ് ലീവിന് ശേഷം ഈ ജോലി വേണ്ടെന്ന് വെക്കാനായിരുന്നു എന്റെ തീരുമാനം. അത് തിരുത്തിയത് ജെആർ ആണ്. ജെആറിനോടുള്ള എന്റെ ആരാധനയാണ്.
ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? യെസ്. ഉത്തരം എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ഹാവ് ടു വെയിറ്റ്. നീ അറിയാത്ത സങ്കല്പ കഥയിലെ ജയ അയാളുടെ രാജ്യം വെട്ടിപ്പിടിച്ച് തീരും വരെ കാത്തിരിക്കാമെങ്കിൽ ഉത്തരം എന്നേക്കും ജയാറിന്റെ ഭാഗമായിരിക്കും. താങ്ക് യു ജയ. അത് പൂർത്തിയാകുമ്പോൾ വിവരം അറിയിക്കാന്ന് പറഞ്ഞോളൂ സ്വാമി. ഇവർക്ക് പോവാം. ഹരി, നിങ്ങൾക്ക് പോവാം. അല്ല നിങ്ങൾ അല്ല അതെങ്ങനെയാ? ഒരു ഭാഗം മാത്രമല്ലല്ലോ. ജസ്റ്റ് ഓൺലി വൺ സൈഡ്. ഇനി ജയാറിന്റെ ഒരേ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ലീവ് നൗ. വാ